ഇറാഖിലെ കുർദിസ്ഥാൻ മണ്ണിൽ നിന്ന് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അയൽരാജ്യമായ ഇറാഖിന് താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുതിർന്ന ഇറാനിയൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമനോല ഗസ്തഫിയാണ്. കുർദിസ്ഥാൻ സർക്കാരുമായി സൗഹൃദ ബന്ധമാണുള്ളതെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ശത്രുപക്ഷത്തുള്ള ഗ്രൂപ്പുകൾക്ക് അഭയം നൽകിയാൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന കർശന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു സംഘർഷത്തിന് ഇത് തിരികൊളുത്തുമോ? ഫെബ്രുവരി അവസാനം ആരംഭിച്ച് ഏപ്രിൽ പകുതിയോടെ വെടിനിർത്തലിൽ അവസാനിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണ വേളയിൽ ഇറാനെതിരെയുള്ള കുർദിഷ് ഭീകരർക്ക് ആയുധങ്ങളും ധനസഹായവും നൽകിയതായി അമേരിക്ക ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരുന്നു. ഇറാനിൽ ആക്രമണങ്ങളും കലാപങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് തീവ്രവാദികൾക്ക് ഈ സഹായങ്ങൾ നൽകിയതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് IRGCയുടെ കടുത്ത മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾക്ക് സമീപം ശത്രുപരമായ ഗ്രൂപ്പുകളെ പ്രവർത്തിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ ജനറൽ ഗസ്തഫി മേഖലയിലെ സ്ഥാപനങ്ങളും സർക്കാരുകളും ഇറാന്റെ ശത്രുക്കൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിർത്തി കടന്ന ഇറാനിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്താനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങൾ അതിർത്തി കാവൽ സേനയുടെയും പോലീസിന്റെയും സഹായത്തോടെ പരാജയപ്പെടുത്തിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രസ് ടിവിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.